ഇന്ന് ധന്യമേ ജീവിതത്തിൽ പറയുന്നത് ഒരു സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ്. ഞാൻ സീസൺ ടിക്കറ്റ് യാത്രക്കാരനായിട്ട് കുറെ കാലം എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ ആണ് പോകുന്നത്. അന്നേ ഞാൻ മനസ്സിൽ പറഞ്ഞു, എത്ര കാലമാണെന്ന് പറയാൻ കഴിയില്ല ഈ സീസൺ ടിക്കറ്റ് യാത്ര. അപ്പൊ എത്ര മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആവും, എപ്പോഴാ വണ്ടി വരിക എന്നറിയില്ല. ഓരോ സ്റ്റേഷനിൽ ഇട്ടെങ്കിൽ അവിടുന്ന് എപ്പോഴാ നീങ്ങുക എന്നും അറിയില്ല. പക്ഷെ സീസൺ ടിക്കറ്റ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിശ്ചയിച്ചു, ഇത്ര മണിക്കൂർ എനിക്ക് കിട്ടും, അത് മുഴുവൻ സമയവും ഞാൻ പുസ്തകം വായിക്കും. വണ്ടി വന്നോ ഇല്ലയോ എന്ന് നോക്കില്ല, ഒരു കല്ലുബെഞ്ചിൽ ഇരുന്നിട്ട് പുസ്തകം വായന നടക്കും. ചെന്നാൽ അവിടെ അങ്ങനെ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടാവും. വണ്ടി മറ്റേ സ്റ്റേഷനിൽ ഇട്ടിരിക്കുകയാണ്, അവിടെ ഇട്ടിരിക്കുകയാണ്, ഇവിടെ ഇട്ടിരിക്കുകയാണ്. എവിടെ ഇട്ടാലും കയറുമ്പോഴല്ലേ കയറാൻ പറ്റുള്ളൂ, ഇനി പണ്ട് കാര്യമില്ല. അതിനകത്ത് കയറിയ സ്ഥലം കിട്ടിയാലും ഇല്ല വെച്ചിട്ട് നിന്നുകൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ എത്രയോ മണിക്കൂർ നേരം വായിക്കേണ്ടത് വായിക്കാൻ സമയം കിട്ടി. പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് അന്ന് യാത്ര. പട്ടാമ്പി ടു കോഴിക്കോട്. അന്ന് കോഴിക്കോട് വീട് വാങ്ങിയിട്ടില്ല, പട്ടാമ്പി ജന്മസ്ഥലത്തിനാണ് വന്നിരുന്നത്. ആ കോഴിക്കോട് യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ ഇരുന്നിട്ട് പലരുടെയും ദുരിതങ്ങൾ കാണും. അവര് പറയാ, പരപ്പനങ്ങാടിയിൽ മറ്റേ വണ്ടി പിടിച്ചിട്ടുണ്ടാവോ, ബ്ലോക്ക് ആവുമോ, വണ്ടി ലേറ്റ് ആയിട്ട് മേലുദ്യോഗസ്ഥന്റെ ചീത്ത വാര്യം കേൾക്കണം. ഇത്ര നേരത്തെ പുറപ്പെട്ടിട്ട് അവിടെ എത്തുമ്പോ കോഴിക്കോട് വണ്ടി ഇറങ്ങി പാലക്കാട് ഇങ്ങോട്ട് വന്ന് എത്തുമ്പോ ബാക്കി എല്ലാവരൊക്കെ സമയത്തിന് വന്നിട്ടുണ്ടാവുമ്പോ നമ്മുടെ രജിസ്റ്റർ അവിടെ ഉണ്ടാവില്ല. ഇത് കോഴിക്കോടിന്റെയും പട്ടാമ്പിഴത്തെ സീസൺ ടിക്കറ്റിന്റെ കാര്യമാവുമ്പോ മദ്രാസിലെ വൻ നഗരത്തിലെ ഒരനുഭവം പറയുകയാണ്. മദ്രാസ് സിറ്റിയില് റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്ക് വരണമെങ്കിൽ ഒരു ബസ് കയറണം. ആ ബസ് കയറി റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ആ ബസ് നിർത്തി കഴിഞ്ഞ ശേഷം ട്രെയിൻ വരുന്നിടത്തേക്ക് എത്തി ഈ ട്രെയിന് കയറണം. കയറിയാൽ ഇരിക്കാൻ സ്ഥലം കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നിവൃത്തിയില്ല. ഒരു സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞത്. 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വണ്ടി എവിടെയെങ്കിലൊക്കെ ഇട്ടു എന്ന് വരാം. ജോലി സ്ഥലത്ത് പോവും, അവിടെ പോയിട്ട് ജോലിയിൽ അശ്രദ്ധ വരും. കാരണം ഇത് വല്ലാത്തൊരു ജീവിതമല്ലേ, മേലുദ്യോഗസ്ഥന്മാരുടെ ശകാരം കേൾക്കേണ്ടി വരും. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താ അറിയോ, എത്ര മണിക്ക് എണീക്കണം, രാത്രി ഉറങ്ങാൻ പറ്റുമോ? വളരെ നേരത്തെ ഉറങ്ങണം, രാത്രി ഉറക്കണ്ടാവില്ല. 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഭർത്താവ് വേറെ ഏതൊരു സ്ഥലത്താണ്, ഭർത്താവ് അവിടെ സ്ഥലത്തില്ല. ഈ 2 കുട്ടികൾക്കുള്ള ആഹാരം ഉണ്ടാക്കണം, എന്നിട്ട് ചോറ്റുപാത്രത്തിലാക്കണം കുട്ടികളുടെ. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും, അവരുടെ ഡ്രസ്സും, അവർക്ക് പാഠം പഠിക്കാനുള്ള എന്തെങ്കിലും മറന്നുണ്ടെങ്കിൽ ഹോംവർക്കും ഒക്കെ ഓർമ്മിപ്പിക്കണം. ഇവർക്ക് കൊണ്ടുപോകുന്ന ചോറ് ഒരു ചോറ്റുപാത്രത്തിൽ. ആ ബുദ്ധിമുട്ടൊന്ന് ആലോചിക്കണം. 3 പാത്രം ചോറുണ്ടാക്കണം, കറി വേണം. ഈ കറി എന്തായിരുന്നാലും ശരി വിശപ്പുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാം. കുട്ടികളത് സമ്മതിക്കുമോ? അമ്മ അത് സാധില്ല, ഇന്നത് വേണം പറയില്ലേ കുട്ടികള്. ഇത്തിരി ഉണ്ടാക്കിയിട്ട് 5 മണിയാകുമ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എത്തണം. അവിടുന്ന് വണ്ടി പുറപ്പെടുന്നത്. മദ്രാസ്, ബാംഗ്ലൂര്, ബോംബെ തുടങ്ങിയ നഗരങ്ങളിൽ
ഇത്തരം കാഴ്ചകൾ ധാരാളം കാണാം, മദ്രാസിലും ബാംഗ്ലൂരൊക്കെ. ഈ സ്ത്രീ എന്തു വരവാ വരണത്? ഒരു സുബോധമില്ലാതെ ആ സ്ത്രീക്കുള്ള ചോറും കഴിക്കാൻ ചോറ്റുപാത്രത്തിലും ഇട്ടിട്ട്, അതും കഴിഞ്ഞിട്ട് ബാഗില് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങാണ്. ആ വണ്ടി ലേറ്റ് ആയാൽ പിന്നെ വീട്ടിലെത്തിയപ്പോഴാ കുട്ടികൾ ഉമ്മർത്തിരിക്കുക. സ്കൂളിട്ട് വന്നാലേ വീട്ടിലാരുമില്ല. ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. പച്ചക്കറി വാങ്ങിയത് ബാഗിൽ കരുതിയിട്ട് ട്രെയിനിലെ സീറ്റിൽ ഇരുന്നിട്ടാണ് ഈ പച്ചക്കറി നേരെയാക്കണത്. ആരാധ്യരായുള്ള പ്രേക്ഷകർ ധാരാളം കണ്ടിട്ടുണ്ടാവും. കാരണം ഈ പച്ചക്കറി നേരെയാക്കിയത് വേണം അവിടെ വീട്ടിൽ പോയി നാളെ പുലർച്ചയ്ക്ക് ചോറും കൊണ്ടുവരണ്ടേ. വീണ്ടും പച്ചക്കറി ഇങ്ങനെ ഇരുന്നരി വെണ്ടയ്ക്കൊക്കെ ഈ സമയം അവിടെ ലാഭിക്കാമല്ലോ എന്ന് വെച്ചു. ഈ രീതിയിലുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തീവണ്ടി യാത്രയിൽ അന്നും അതിനകത്ത് കയറിയവനും റെയിൽവേക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇപ്പൊ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ അറിഞ്ഞൂടാ. എപ്പഴകും, എവിടെ കൊണ്ടിട്ടു, ഈ സ്റ്റേഷനിൽ നിന്ന് ഇനി പോവോ, ഒന്നും അറിയില്ല. കഥയിലെ നായികയുള്ള സ്ത്രീ ഇത് തീവണ്ടി യാത്ര ചെയ്തവർക്ക് മനസ്സിലാവുകയുള്ളൂ. റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ എന്നും എപ്പോഴെങ്കിലും ഒരു യാത്ര പോകുന്ന പ്രമാണിമാർക്ക് ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. തലേ ദിവസം രാത്രി തീവണ്ടി ഇറങ്ങുമ്പോൾ പച്ചക്കറി അരിഞ്ഞതൊക്കെ ബാഗിൽ വെച്ച് ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോഴേക്കും എണീക്കേണ്ട നേരമായി. അപ്പൊ കുട്ടികളെ വിളിക്കില്ല, അടുക്കളയിൽ കയറുന്നു. ഈ 3 പേർക്കുള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കണമെങ്കിൽ പണി എത്ര ഉണ്ട്? ഒരു കൂട്ടാൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര സ്ഥലത്ത് കയ്യെത്തണം? എളുപ്പമാണോ? ഒരു നാളത്തെ കൂട്ടാൻ എന്താണ് എന്ന് തലേ ദിവസം ആലോചിക്കണ്ടേ? അല്ല, ഇന്റർനാഷണൽ കാര്യമൊന്നുമല്ലല്ലോ. ഇന്റർനാഷണൽ കാര്യമൊക്കെ ആലോചിക്കാം. അവനവന്റെ വീട്ടിൽ കാലാലോചിക്കണ്ടേ? നാളെ വൈകുന്നേരം എന്തായിരിക്കണം കൂട്ടാൻ, മറ്റന്നാളത്തെ കാര്യം എങ്ങനെ, ഏതാ ബാക്കിയുള്ളത്, അതിപ്പോ ഏതാ ഇല്ലാത്തത് ആലോചിക്കണ്ടേ? എത്ര ഉത്തരവാദിത്തം ഒരു വീട്ടമ്മയ്ക്ക്. ഇതും കഴിഞ്ഞ് ഈ രാത്രി കറണ്ട് പോവില്ലേ? കറണ്ട് പോകരുതെന്ന് പറയാൻ പറ്റുമോ? ഈ 2 പേർക്ക് കുട്ടികൾക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കി കുട്ടികൾ പുറപ്പെടേണ്ട സമയത്തിന് മുമ്പേ എണീക്കുള്ളൂ. ഇന്നത്തെ പല മഹാന്മാരുടെയും കുട്ടിക്കാലത്ത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വളർത്തിയതാന്നൊക്കെ ഒരു ആലോചന ഉണ്ടാവണം. കുട്ടികളിനി മുതിർന്ന് വലിയ സ്ഥാനത്തൊക്കെ എത്തുമ്പോ, ഇത് പണ്ട് നടന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ കഥയിലത്തെ കുട്ടികൾ ഇപ്പോൾ വലിയ സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. 2 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങണ്ടാവും. ഈ സ്ത്രീ ഓടിപ്പടഞ്ഞ് വന്ന് ട്രെയിന് കയറി. ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കിട്ടുമോ? ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഒരു പാത്രത്തിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ചോറ് ഇപ്പുറത്തൊരു പാത്രത്തിലുണ്ട്. അങ്ങനെയാണ് കയറുന്നത്. എവിടെയോ ഒന്ന് ഇരിക്കാനുള്ള സ്ഥലം ഒന്ന് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രം തുറന്നതും അങ്ങോട്ട് തെറിച്ചു. പ്രഷറുകൊണ്ട് മുമ്പിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ സാരിയിലാണ് അത് വീണത്. ഈ കഥ, ഈ സ്ത്രീയുടെ ദുരിതം ഞാൻ പറഞ്ഞത് കൊണ്ട് ശ്രോതാക്കൾ മാനസികമായിട്ട് ഈ സ്ത്രീയുടെ ഭാഗത്തായിരിക്കും. പക്ഷെ നമ്മൾ യാത്രക്കാർ ആണെങ്കിൽ അത് സൂക്ഷിച്ച് തുറക്കണ്ടേ? നമ്മൾ ആ സ്ത്രീയുടെ ഭാഗത്ത്, ആ സ്ത്രീ ശരിക്കും സഹായിച്ചു. രാത്രി ഉറക്കല്ല, ബുദ്ധിമുട്ടി. ആ സ്ത്രീ എവിടെ നോക്കി ഞങ്ങൾ തുറന്നതെന്ന് പറഞ്ഞിട്ട് ശരിക്കും ചീത്ത പറഞ്ഞപ്പോ ആരും ഈ സ്ത്രീയുടെ ഭാഗത്തില്ല. എപ്പുറത്തെ ആളും പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണേ ചുറ്റുപാട് തുറക്കുമ്പോ. മാത്രമല്ല, നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വണ്ടിയിൽ ഇരുന്നിട്ടാ, വണ്ടി എവിടെങ്കിലും നിൽക്കുമ്പോ അവിടെ വെച്ച് മതിയായിരുന്നില്ലേ?
ഈ സ്ത്രീയുടെ ഭാഗത്ത് ആരുമില്ല. നമ്മൾ ചില കഥ ഒരാളുടെ വിഷമം മുഴുവൻ കേൾക്കാതിരിക്കുമ്പോൾ മറ്റാളുടെ സൈഡായിരിക്കും നമ്മൾ മനസ്സുകൊണ്ട്. നമ്മൾ അത് മാത്രമല്ലേ അറിയുള്ളൂ. ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞു, വേറെന്താ ചെയ്യാ? ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പോയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, വൈകിട്ട് ഓഫീസിൽ എത്തിയാൽ ഓടണം. സീസൺ ടിക്കറ്റ് യാത്ര ചെയ്യുന്ന ആളുകൾ ധന്യമേ ജീവിതം കേൾക്കുമ്പോൾ ഇത് സത്യമാണെന്ന് അവർ പറയും. ആ സ്ത്രീ വിശപ്പ്, കരച്ചില്. മനുഷ്യ നന്മ കൂടി ആലോചിക്കണം. ആ യാത്രയിൽ ദിവസേന സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു 8 വയസ്സുണ്ട്. അവന് ഉച്ചയ്ക്കുള്ള ആഹാരം അമ്മ കൊടുത്തയച്ചിട്ടുണ്ട്. അവൻ സീസൺ ടിക്കറ്റ് യാത്രക്കാരനാണ്. അവൻ അവന്റെ പാത്രമായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ 4 ഇഡ്ഡലി ഉണ്ട്, ഉച്ചയ്ക്ക് ഞാൻ 2 കഴിച്ചോളാം, 2 അമ്മ കഴിച്ചോളൂ. ഈ അമ്മയ്ക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. ആ കുട്ടിക്ക് അമ്മ കൊടുത്തയച്ച ഇഡ്ഡലി 2 കുട്ടി കൊടുക്കുമ്പോൾ ചുറ്റുമുള്ള യാത്രക്കാർ ചീത്ത പറഞ്ഞ ചീത്ത, ക്ഷീണം, ആലസ്യം. ഇപ്പൊ കരയുന്നത് ഈ കുട്ടി കാണിച്ച നന്മ വിചാരിച്ചിട്ടാണോ? അത് തിന്നായിരിക്കാൻ വയ്യ, വിശന്നിരിക്കാൻ വയ്യ. എനിക്ക് വേണ്ട മോനെ എന്ന് പറയാൻ മനസ്സ് വരുന്നില്ല, കാരണം കനത്ത വിശപ്പുണ്ട്. ആ ഇഡ്ഡലി കഴിക്കുമ്പോൾ ആ സ്ത്രീ കരയുമ്പോൾ ആ സ്ത്രീ ആലോചിക്കുകയാണ്, എന്റെ കണ്ണുനീര് പെയ്തിന്റെ ഈ കുട്ടി കാണിച്ച നന്മയുടെ കണ്ണുനീരാണോ? എനിക്ക് പറ്റിയ ഈ ദുരന്തത്തിന്റെ ഒരു തെറ്റ് സംഭവിച്ചതിന് യാത്രക്കാർ ചീത്ത പറയണ അതിന്റെ ദുഃഖം കൊണ്ടാണോ? എന്റെ പ്രാരാബ്ദം കൊണ്ടാണോ? കേൾക്കുമ്പോൾ ആലോചിക്കണം, ഇങ്ങനെ അമ്മമാര് വളർത്തിയ കുട്ടികള് ഇന്ന് വലിയ പൊസിഷനിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.